ഹസൻ റളിയല്ലാഹു അൻഹുവിൻ്റെ പേരസന്തതികളിലൂടെയാണ് ജീലാനി തങ്ങളുടെ പിതൃപരമ്പര കടന്നു വരുന്നത് എന്ന് നമ്മൾ പറഞ്ഞല്ലോ. ബർക്കത്തിന് വേണ്ടി നമ്മൾ ആ ഒരു പരമ്പര വായിക്കുന്നുണ്ട്. ഇത് അവലംബമാക്കുന്നത് ബഹുമാനപ്പെട്ട ഇമാം യാഫിഈ തങ്ങൾ പറഞ്ഞ ആ പരമ്പരയാണ്. പല ചെറിയ വ്യത്യാസങ്ങളൊക്കെ ആ വിഷയങ്ങളിലുണ്ട്. അത് ഏത് ചരിത്ര വിഷയങ്ങളിലും ഇത്തരം പരമ്പര എണ്ണുന്ന വിഷയങ്ങളിലൊക്കെ ചെറിയ, അതായത് ചില ഉപ്പന്മാർ വിട്ടുപോവുകയോ ചിലത് കൂടിപ്പോവുകയോ ഒക്കെ ചെയ്യുന്ന ചെറിയ ഒരു, അപ്പോൾ അതിൽ നിന്ന് നമുക്ക് കൂടുതൽ അവലംബിക്കാൻ പറ്റുന്ന മഹാന്മാർ പറഞ്ഞത്, പ്രത്യേകിച്ച് യാഫി തങ്ങൾ അദ്ദേഹത്തിൻ്റെ റൗളുർ റയാഹീനിൽ പറഞ്ഞതായി ബഹുമാനപ്പെട്ട അലിയുൽ ഖാരി റളിയല്ലാഹു അൻഹു അദ്ദേഹത്തിൻ്റെ നുസ്ഹത്തുൽ ഖാത്തിറിൽ പറഞ്ഞതാണ് നമ്മൾ വായിക്കുന്നത്. ബഹുമാനപ്പെട്ട അലി ബിൻ അബി ത്വാലിബ് റളിയല്ലാഹു അൻഹുവിൻ്റെ മകൻ ഹസൻ റളിയല്ലാഹു അൻഹു, അവരുടെ മകൻ ഹസനുൽ മുസന്ന റളിയല്ലാഹു അൻഹു, നമ്മൾ പറഞ്ഞു ഹസൻ റളിയല്ലാഹു അൻഹുവിൻ്റെ 11 മക്കളിൽ 2 മക്കൾക്കാണ് സന്താന പരമ്പര ഉണ്ടായത്. ഒന്ന് ഹസനുൽ മുസന്നയാണ്, മറ്റൊന്ന് സെയ്ദാണ്. അതിൽ ഹസനുൽ മുസന്നയിലൂടെയാണ് ജീലാനി തങ്ങളുടെ പിതൃപരമ്പര കടന്നു പോകുന്നത്. ഹസനുൽ മുസന്നയുടെ മകൻ അബ്ദുല്ലാഹിൽ മഹ്ള്, അവരുടെ മകൻ മൂസൽ ജൂൻ, അവരുടെ മകൻ അബ്ദുള്ള, അവരുടെ മകൻ മൂസ, അവരുടെ മകൻ ദാവൂദ്, അവരുടെ മകൻ മുഹമ്മദ്, അവരുടെ മകൻ യഹിയ സാഹിദ്, അവരുടെ മകൻ അബ്ദുള്ള, അവരുടെ മകൻ സ്വാലിഹ് അബു സ്വാലിഹ് മൂസ, അവരുടെ മകനാണ് ബഹുമാനപ്പെട്ട ഷെയ്ഖ് മുഹീദ്ദീൻ അബ്ദുൽ ഖാദിർ ജീലാനി റളിയല്ലാഹു അൻഹു. ഈ ഒരു പിതൃപരമ്പര ഹസൻ റളിയല്ലാഹു അൻഹുവിലേക്കാണ് എത്തിച്ചേരുന്നത്. നമ്മൾ പറഞ്ഞു ജീലാനി തങ്ങളുടെ ഉമ്മ ഹുസൈനിയാണ്, അതായത് ഹുസൈൻ റളിയല്ലാഹു അൻഹുവിലേക്കാണ് എത്തുന്നത്. അത് നമ്മൾ ഇൻഷാ അല്ലാഹ് പിന്നീട് വായിക്കും. ഹുസൈൻ റളിയല്ലാഹു അൻഹുവിൻ്റെ പേരമക്കളെ വായിക്കുന്ന കൂട്ടത്തിൽ നമുക്ക് വായിക്കാം. ഇനി നമുക്ക് ഇൻഷാ അല്ലാഹ് ഹസൻ റളിയല്ലാഹു അൻഹുവിൻ്റെ സന്താന പരമ്പരകളിൽ ശ്രദ്ധേയ സ്ഥാനത്തുള്ള മഹാന്മാർ ആരൊക്കെ കടന്നു വന്നു എന്ന് ചെറിയ നിലയ്ക്ക് ഇൻഷാ അല്ലാഹ് നമുക്ക് പരിചയപ്പെടാം. അടുത്ത ക്ലാസ് കേൾക്കുക. അള്ളാഹു നമ്മെ സഹായിക്കുമാറാട്ടെ.